നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട വരമ്പലായി കബൂൽ ചെയ്യട്ടെ. എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ശാരീരിക മാനസിക പ്രയാസങ്ങളൊക്കെയും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പരിപാടി നാം വിചാരിച്ചതിനേക്കാളേറെ വിജയത്തിലും സന്തോഷത്തിലുമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി നാളേറെയായി കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, ത്യാഗം ചെയ്ത പലരുമുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, നമ്മുടെ ആത്തൂർ ബദരിയ ജുമാ മസ്ജിദ് അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്ന മഹത്തായ ദിക്ർ ഹൽക്കയുടെ 21ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അതിമഹത്തായ മതവിജ്ഞാന സദസ്സിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. പ്രഗത്ഭരായ പ്രസിദ്ധരായ ഒരുപാട് പണ്ഡിതന്മാരുടെ അർത്ഥഗർഭമായ സാരവത്തായ പ്രൗഢമായ ഉപദേശങ്ങളിലും വയലുകളൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നാളെയാണ് നമ്മുടെ പരിപാടിയുടെ സമാപനം. നേരത്തെ തങ്ങളവറുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാളെ ഇവിടെ ദിക്ർ ഹൽക്കയുണ്ട്, മതപ്രഭാഷണമുണ്ട്, ആത്മീയ സംഗമമുണ്ട്, എല്ലാമുണ്ട്. നമ്മുടെ ആത്തൂർ ദിക്ർ ഹൽക്ക എന്ന് പറഞ്ഞാൽ നാടിന്റെ മുഖമൂലകളിൽ അറിയപ്പെട്ട ഒരുപാട് കശ്ഫ് കറാമത്ത് കൊണ്ട് പ്രസിദ്ധപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള ദിക്ർ ഹൽക്കയാണ് എന്ന് എന്നെക്കാളേറെ നിങ്ങൾ അറിയുന്നവരാണ്. ആ ദിക്ർ മജ്ലിസിൽ സംബന്ധിക്കണം, അതിൽ സമാഗതനാകണം, അതിൽ സംബന്ധിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം എക്കോ കുറക്ക്, സൗണ്ട് ഈന് കുറച്ച് കൂട്ടും, അത് കൂട്ടണ്ട, ഈന് കൂട്ടും. സ്പ്രെഡാണ് സൗണ്ട്, ഭയങ്കര സ്പ്രെഡാണ്, സോഫ്റ്റ് ആക്കി. ആത്തൂർ ദിക്ർ ഹൽക്ക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞതിന്റെ ഗുണവും മണമൊക്കെ അറിഞ്ഞവരാണ്, വേണ്ടതുപോലെ മനസ്സിലാക്കിയവരാണ്. ദിക്ർ ഹൽക്കാക്ക് അതിൻ്റെതായ ഒരു മഹത്വവും ശ്രദ്ധതെല്ലാം ഉണ്ടാവും. അത് ആത്തൂർ ദിക്ർ ഹൽക്ക എന്ന് പറയുമ്പോ അതിന്റെ ഒരു മഹത്വം, അതിന്റെ ഒരു ശ്രദ്ധത, അതിന്റെ ഒരു ഗുണം, അതിന്റെ ഒരു ഫലം എത്രയുണ്ട് എന്ന് എന്നെക്കാളേറെ നല്ല പോലെ അറിഞ്ഞവരും അനുഭവിച്ചവരും നിങ്ങളാണ്. ഒരുപാട് ഇന്നലകളിൽ വലിയവരായ പണ്ഡിതന്മാരൊക്കെ ഈ കാര്യത്തിൽ ഇവിടെ വന്ന് സംബന്ധിച്ചവരും പ്രാർത്ഥിച്ചവരുമാണ്. നമ്മുടെ അഭിവന്യ ഗുരുവായിരുന്ന, മരണപ്പെട്ടു പോയ പ്രഗത്ഭരായ പണ്ഡിതരായിരുന്ന മഹാനായ ശൈഖുന ഖാസിം ഉസ്താദ്, നമ്മുടെ നാടിന്റെ എല്ലാമായിരുന്ന, നമ്മുടെ ജില്ല കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന മഹാനായ ശൈഖുന മർഹൂം ഷാഹു ഉസ്താദ്, അങ്ങനെ ഒരുപാട് വലിയവരായ ആലിമീങ്ങളൊക്കെ പഴയ കാലത്ത് നേതൃത്വം നൽകിയ ഈ വലിയൊരു മജ്ലിസ് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. എല്ലാം കൊണ്ടും അല്ലാഹു തആല അനുഗ്രഹിച്ച ഒരു മജ്ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹു തആല നമ്മളൊന്ന് കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നോട്ടീസിൽ കണ്ടതുപോലെ നവയുഗത്തിലെ യുവസമൂഹ, പുതിയ യുഗത്തിലെ നമ്മുടെ യുവതലമുറ, നമ്മുടെ ന്യൂ ജനറേഷൻ, ഈ സമുദായത്തിന്റെ വെണ്ണളുമായി, സമുദായത്തിന്റെ വലിയ പ്രതീക്ഷയായി നിൽക്കേണ്ട നമ്മുടെ യുവാക്കൾ, അതല്ലെങ്കിൽ യുവതികൾ, ഇവരുടെ ഇന്നത്തെ ആകുഹോകുകളെ സംബന്ധിച്ചാണ് ഇന്നിവിടെ ചർച്ച. നമ്മുടെ തലമുറയുടെ അവസ്ഥ എന്ത്, അവർ ഏത് നിലക്ക് സഞ്ചരിക്കുന്നു, ഏത് നിലക്ക് പോകുന്നു, അവരുടെ അവസ്ഥ എങ്ങനെ, അവർ ദീനുമായിട്ട് ഏത് നിലക്കുള്ള ഒരു ലിങ്കിനാണ് ഉള്ളത് എന്ന് നമുക്ക് നല്ല പോലെ അറിയാം. ഞങ്ങളാരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞങ്ങളാരെയും ആക്ഷേപിക്കുകയല്ല, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നിറഞ്ഞൊരു സദസ്സ് ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു 11-11:15 വരെ ഒന്ന് ഇരുന്ന് തന്ന് സഹകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഉണർത്തുകയാണ്. എല്ലാവരും ഒന്ന് ഇരിക്കുക. ബഹുമാനികളെ, അള്ളാഹുവിന്റെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ വേണമെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരിയായ രീതിയിലുള്ള ഒരു വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ലോകത്ത് നമ്മൾ കാലാകാലം ജീവിക്കേണ്ടവരല്ല. നമ്മളെ ചിന്ത അങ്ങനെയാണെങ്കിലും നമുക്ക് ആ ജീവിതമില്ല. നമ്മളെല്ലാവരുടെയും ചിന്ത അങ്ങനെയാണല്ലോ, ഞാൻ തൽക്കാലം ഒന്നും മരിക്കാല, ഞങ്ങൾ മരിക്കാനേ ഇല്ല എന്നാണ് പല ആൾക്കാരുടെയും വിചാരം. ചില മനുഷ്യന്മാർ ഇപ്പൊന്നും മരിക്കാല, കുറച്ച് ലേറ്റാവും. ചില മനുഷ്യന്മാർ മരിക്കുകയേ ഇല്ല. അങ്ങനത്തെ കുറെ ആൾമാർ ഞങ്ങളുടെ ഇടയിലുണ്ട്.
അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും വിചാരം എന്താ, ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ മുതല്, ഇതൊക്കെ ഞങ്ങളെ കാക്കുന്നു എന്നാണ് നമ്മളെ ഭാവന. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു വഖലദ. ആനല്ലേ, യഹ്സബു, അവൻ വിചാരിക്കുന്നുണ്ട്, അന്ന മാലഹു വഖലദ, അവന്റെ സ്വത്തും അവന്റെ മുതലുമാണ് അവൻ ഇവിടെ സ്ഥായിയായ ജീവിതം നടക്കിയത്, സ്ഥിരമായ വാസം നൽകിയത്, അവന് സ്വത്തും മുതലാണതെല്ലാം കൊടുത്തത് എന്നാണ് നമ്മുടെ വിചാരം. ഈ നശ്വരമായ ലോകത്ത് ജീവിച്ച് നാളെ നമ്മൾ മരിക്കേണ്ടവരാണ്. എപ്പോഴാണ് മരണം, എങ്ങനെയാണ് മരണമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഒരു രോഗവുമില്ലായിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നു, നോമ്പുകാരനായിരുന്നു എന്ന് പറയപ്പെട്ട മഹാനായ നമ്മുടെ ജില്ല കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന, സംഘാടകനായിരുന്ന, പ്രഗത്ഭ പ്രഭാഷകനായിരുന്ന, നാടിന്റെ പല ഭാഗങ്ങളിലും ഖത്തീബായി മുദരിസായി ജോലി ചെയ്തിരുന്ന നമ്മുടെ ആത്തൂർ നാടിന്റെ മാജി ഖത്തീബായി നമുക്ക് നേതൃത്വം നൽകിയ ഇന്നലെ മരണപ്പെട്ടു പോയ മഹാനായ മർഹൂം സുലൈമാൻ ഫൈസി ഈ ജില്ല കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്, അറിയപ്പെട്ട അനുഗ്രഹീതനായ പ്രഭാഷകനാണ്. ഒരു കാലഘട്ടത്തിൽ ഈ സമുദായത്തിന് നല്ലോണം സേവനം ചെയ്ത മഹാനാണ്. മാത്രമല്ല സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വലിയ അധ്വാനിച്ച മഹാനാണ്. സമസ്തയുടെ ആലിമീങ്ങളുമായി, നേതാക്കളുമായി നല്ല ബന്ധം വെച്ച് പുലർത്തിയിരുന്ന മനുഷ്യൻ, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയ ഒരു മഹാവ്യക്തിത്വമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് പരലോക മോക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ പരലോക ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടു പോയി. എന്നാലും നോമ്പ് നോറ്റിരുന്നു, നോമ്പെല്ലാം തുറന്നിട്ട് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു, മരണപ്പെട്ടു. നാളെ ഞങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് പറയാൻ കഴിയില്ല. കാലാകാലമുള്ള പരലോകത്തേക്ക് ഞാനും നിങ്ങളും പോകേണ്ടവരാണ്. ആ പോകുന്നതിന് മുമ്പുള്ള ഈ ലോകത്ത് നമ്മുടെ ജീവിതം പടിപടിയായിട്ട് അങ്ങനെ ആസ്വദിക്കേണ്ടവരാണ്, അനുഭവിക്കേണ്ടവരാണ്. കുട്ടിപ്രായമായി, കൗമാരക്കാരായി, യുവതി യുവാക്കളായി, പിന്നീട് മധ്യവയസ്കരായി, പിന്നീട് പ്രായമുള്ളവരായി, വയസ്സന്മാരായി, വൃദ്ധകളായി, വൃദ്ധന്മാരായി, അങ്ങനെ പല കോലങ്ങളിൽ ഞങ്ങൾ പ്രായത്തിന്റെ പരിധികൾ അങ്ങനെ വിട്ടുപോകുമ്പോ, ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ പ്രസിദ്ധപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിന്റെ നല്ല സമയമാണ് നമ്മുടെ യൗവനകാലം, നമ്മുടെ ആ നല്ല കാലം, ചോരത്തിളപ്പിന്റെ കാലം, നല്ല ആരോഗ്യമുള്ള കാലം. അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ പോരിശയാകപ്പെട്ട സമയമാണ്. ആ സമയത്തുള്ള നമ്മുടെ ഓരോ നിമിഷവും നാളെ പരലോകത്ത് അല്ലാഹ് ചോദിക്കും കേട്ടോ. മുസ്തഫായ റസൂലുള്ളാഹി ഈ വയൽ കേൾക്കേണ്ടത് നല്ലവരായ ബാല്യക്കാരാണ്, മതബോധമുള്ള, ധാർമ്മിക ബോധമുള്ള, അള്ളാന്റെ പേടിയുള്ള, നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നല്ലവരായ ബാല്യക്കാർ, നല്ലവരായ ഞങ്ങളെ യുവതികള്, ബാല്യക്കാരി പെണ്ണുങ്ങള് നല്ലോണം കേൾക്കേണ്ട വിഷയമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ലാ തസൂല ഖദമാ ഇബ്നി ആദമ യൗമൽ ഖിയാമ. നാളെ പരലോകത്തെത്തിയാൽ പരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകം, പരകോടി ജനങ്ങളെ യാത്രയാക്കപ്പെട്ട പരലോകം, ശാശ്വതമായ പരലോകം, ഭയങ്കരമായ പരലോകം. ആ പരലോകത്തെത്തിയാൽ മനുഷ്യൻ നിൽക്കുന്ന നിൽപ്പിൽ നിന്നിട്ട് അവന്റെ കാലങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണമെങ്കിൽ അല്ലാഹു തആല അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ വ്യക്തമായ മറുപടി പറയണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, പിരിശപ്പെട്ട ബാല്യക്കാരാ, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ. നിന്റെ യുവത്വകാലം, യൗവനകാലം, നിന്റെ ആ ചോരത്തളപ്പിന്റെ കാലം, നിന്റെ ആരോഗ്യകാലം, അത് എന്തിന് ചെലവഴിച്ചു? ഏത് നിലക്കാണ് ആ യൗവനകാലം നീ നശിപ്പിച്ചത്? കളിഗ്രൗണ്ടിലാണോ? ഹറാമായ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? ക്ലബിലിരുന്നിട്ട് ക്യാരം ബോർഡ് ചൊട്ടിയിട്ടാണോ? അതല്ല കള്ളു കുടിച്ചിട്ടാണോ? കണ്ടവളെ പിന്നാലെ പോയിട്ടാണോ? അല്ലാഹു തആല ചോദിക്കും. ചോദിക്കുന്ന സമയത്ത് കൃത്യമായ വ്യക്തമായ മറുപടി പറയണം. വ്യക്തമായ മറുപടി പറയാതെ, കൃത്യമായ മറുപടി പറയാതെ അല്ലാഹു ഞങ്ങൾ അവിടെ വെച്ച കാലനക്കാൻ സമ്മതിക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പരലോകത്ത് അർശിന്റെ തണല് കിട്ടുന്ന എക്കോ വേണ്ട, എക്കോ കുറച്ച് സൗണ്ട് കുറച്ച് സോഫ്റ്റ് ആക്കുക. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗം
7 കൂട്ടരുണ്ട് അർശിന്റെ തണല് കിട്ടുന്നവര്. അവിടെ വേറൊരു തണലില്ലല്ലോ. ഇവിടെ മരത്തിന്റെ തണലുണ്ട്, ബസ് സ്റ്റാൻഡിന്റെ തണലുണ്ട്, ബിൽഡിങ്ങിന്റെ തണലുണ്ട്, എല്ലാ തണലും ഇവിടെയുണ്ട്. പക്ഷേ ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിക്കുന്ന നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ല. യൗമലാ ദില്ല യൗമലാ ദില്ല ഇല്ലാ ദില്ലുഹു. അർശിന്റെ തണലില്ലാത്ത ഒരു കാലം, അർശിന്റെ തണല് മാത്രമേ കിട്ടൂ. ആ തണല് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന 7 കൂട്ടരുണ്ട്. 7 കൂട്ടർക്കാണ് അർശിന്റെ തണലുള്ളത്. അതിൽ ഒന്നാരറിയുമോ? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച്, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, അല്ലാഹുവിന്റെ പേടിയിലായി, മതബോധത്തിലായി, ധാർമ്മിക ചൗക്കട്ടിലായി ജീവിച്ച നല്ല ബാല്യക്കാരന്, നല്ല ബാല്യക്കാർത്തി. ഷാബത്ത് രണ്ടാളും പെട്ടു. ഷാബത്തും രണ്ടാളും പെട്ടു. അതായത് ബാല്യക്കാരനും ബാല്യക്കാർത്തിയും. ഇവർക്കാണ് നാളെ അർശിന്റെ തണല്. ഏത് ബാല്യക്കാരന്, ഏത് ബാല്യക്കാർത്തി അറിയുമോ? തോന്നിയതുപോലെ ജീവിച്ചവരല്ല, കണ്ട വാട്സപ്പിലല്ല, അന്യപുരുഷന്മാരെ കൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ട് ചാറ്റ് ചെയ്യുന്ന പെണ്ണല്ല, ബാല്യക്കാർത്തി പെണ്ണല്ല. കള്ളുകുടിക്കും കഞ്ചാവിനും അടിമയായ ബാല്യക്കാരനല്ല, ലഹരി ഉപയോഗിക്കുന്നവനല്ല, ഹറാമായ കളിയിൽ ഏർപ്പെടുന്നവനല്ല. അവരെ പറ്റിയല്ല ഈ വിഷയം, അവരെ പറ്റിയല്ല. നല്ലവനായ ബാല്യക്കാരൻ, മതബോധം. നിങ്ങൾ നോക്കൂ, മുസ്തഫായ നബി തങ്ങളുടെ സഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണല്ലോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ 5 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. എത്ര കൊല്ലം? 5 വർഷം മാത്രമാണ് ജീവിച്ചത്. സൗണ്ട് ഭയങ്കര സൗണ്ടില്ല, അതാണ് വലിയ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ സഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്, ബാല്യക്കാരനാണ്. സുബ്ഹാനല്ലാഹ്, 5 കൊല്ലം മാത്രമാണ് ദീനിയായ നിലയ്ക്ക് ജീവിച്ചു പോയത്. പിന്നീട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, മരണപ്പെട്ടു പോയി. ഞങ്ങളെപ്പോലെ 60, 70, 40, 48 വർഷമോ ജീവിക്കാനുള്ള യോഗമുണ്ടായില്ല. ചെറിയ കാലമായിരുന്നു, സുന്ദരമായിരുന്നു, എല്ലാ നിലക്കും അനുകരണീയമായ മാതിരി ജീവിതമായിരുന്നു. ആരുടേത്? ആരുടേത്? നിങ്ങന്റെ കൂടെ ഇല്ലേ? ആരത്? ടെൽമി, ആരത്? ഇതോ ഗംഗാധരന്റെ പാട്ട് പോലെ അല്ലേ? കേട്ടിട്ട് പോയാ, ഈ കാതില് കേട്ടാ ഈ കാതില് വിട്ടാ. ഇതങ്ങനെ ആക്കിയാവില്ല. ഇതല്ലാന്റെ ദീനോ വേല. ഇത് നാളെ നിങ്ങൾ വേറൊരാൾക്ക് ചൊന്നു കൊടുക്കണോ, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് നിങ്ങളെ കൽബില് വേണോ, നിങ്ങളെ മനസ്സിൽ വേണോ, നിങ്ങൾ പഠിക്കണോ. ഇത് ഡിങ്കന്റെ കഥ പറയുന്നതല്ല, ഇത് കാൽപ്പനിക കഥ പറയുന്നതല്ല, ഇത് സാങ്കല്പിക കഥ പറയുന്നതല്ല. ഇത് മഹാന്മാരായ നമ്മുടെ റോൾ മോഡല്, മാതരികളായ നമ്മുടെ വഴിയടയാളങ്ങളായ, നമ്മളെ നാളെ സ്വർഗത്തിലേക്ക് ശഫാഅത്ത് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന നല്ലവരായ മഹാന്മാരുടെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചെറിയ കാലമാ ജീവിച്ചത്. ഒരുപാട് കാലം ജീവിച്ചവരല്ല, ചെറിയ കാലം ജീവിച്ചു. പക്ഷേ എത്ര നല്ല ജീവിതമാ, എത്ര നല്ല ജീവിതമാ. സഅദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മരണം കാരണമായി അല്ലാഹുവിന്റെ അർശ് പോലും പ്രകമ്പനം കൊണ്ടു. സഅദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മരിച്ചപ്പോ, സഅദ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ, സഅദ് തങ്ങൾ ഈ ലോകത്തോട് മരണപ്പെട്ടു പോയ നേരം അല്ലാഹുവിന്റെ അർശ് പോലും കിടുകിടാ വിറച്ചുപോയി. അർശ് പോലും മനുഷ്യോജന രേഖപ്പെടുത്തിയ മരണമാണ് മഹാനായ സഅദ് തങ്ങളെ മരണം. അല്ലാഹുവിന്റെ സിംഹാസനം, അർശും ചൊന്നങ്ങന്ത്ര അല്ലാഹുവിന്റെ സിംഹാസനം. അത് എന്ത് എങ്ങനെയെന്ന് കേട്ടെങ്കിൽ ലോകത്താർക്കും ചെല്ലാൻ കഴിയാല. അതാണ് അല്ലാഹുവിന്റെ അർശ്.
ആ അള്ളാന്റെ സിംഹാസനം അതുപോലെ ഒന്ന് കുലുങ്ങി. ഒരു സമയത്ത് അതങ്ങ് പ്രകമ്പനം കൊണ്ട് ഒരിത്തിരി നേരം അത് വിറച്ചു പോയി, അതൊന്ന് കുലുങ്ങിപ്പോയി. എപ്പോൾ അറിയുമോ? ബിമൗതി സഅദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മരണപ്പെട്ട നേരം മഹാനരുടെ മരണത്തിന് അനുശോചനമായിട്ട് ആദരാഞ്ജലി അർപ്പിച്ചിട്ട് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചിട്ട് അള്ളാന്റെ അർശ് പോലും കുലുങ്ങുകയാണ്. ബാല്യക്കാരനായിരുന്നു, നല്ല നിലക്ക് ജീവിച്ചയാളാ, എല്ലാ നിലക്കുള്ള നന്മകളും ചെയ്ത് ജീവിച്ചയാള്. പക്ഷെ 5 വർഷമേ നല്ല നിലക്ക് ജീവിക്കാനുള്ള യോഗം ഉണ്ടായിട്ടുള്ളൂ, കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. അത് മതിയല്ല. നല്ല നിലക്കുള്ള ജീവിതം എത്ര ചെറുതായെങ്കിലും നല്ല ജീവിതമാണ്. അള്ളാന്റെ അർശ് പോലും ആ മഹാനരെ ആദരിച്ചുവെങ്കിൽ എത്ര നല്ല ജീവിതമാണത്. ഞങ്ങ പോത്തിനെ പോലെ 68 ആണ്ട് ജീവിച്ച, ഒരു ബർക്കത്തും ഇല്ല, ഒരു കോണവും ഇല്ല, ഒരു മണവും ഇല്ല. പള്ളിന്റെ ഭാഗം മൂസിയിട്ട് നോക്കിയിട്ടില്ല, ക്ലബിന്റെ ഉള്ളൊക്കെ പൊക്കാത്ത നാള് ബാക്കിയില്ല. അള്ളാന്റെ അർശ് ഗിടുകിടാ വിറച്ചത്, അള്ളാന്റെ അർശ് പ്രകമ്പനം കൊണ്ടത്, അള്ളാന്റെ അർശ് ഒന്ന് വിറച്ചു പോയത്, അത് സഅദ് തങ്ങളെ മരണം കാരണമായിട്ട് മാത്രമാണ്. ആ സഅദ് തങ്ങൾ മരിച്ചോ, മഹാനരുടെ മയ്യത്ത് അങ്ങ് കൊണ്ടുപോകുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, 70,000 മലായികത്ത് തങ്ങളെ മഹാനരുടെ ജനാസ കൊണ്ടുപോകാൻ ഞങ്ങളോടൊപ്പം കൂടുന്നു. സഹാബികൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മുസ്തഫായ നബി തങ്ങളുടെ നേതൃത്വത്തിൽ മരണപ്പെട്ടു പോയ സഅദ് തങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സുബ്ഹാനല്ലാഹ് 70,000 മലായികത്ത് തങ്ങൾ അവിടെ ഇറങ്ങുകയാണ്. മഹാനരുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഹബീബായ നബി തങ്ങൾ കുടികാല് കുത്തിയിട്ട് നടക്കുന്നത് കൊണ്ടോ സഹാബികൾ ചോദിച്ചു, നബിയേ മഹാദാ യാ റസൂലല്ലാഹ്, നിങ്ങളെന്ത് നബിയെ കുടികാല് കുത്തിയിട്ട് നടക്കണതെന്ത്, എന്തു പറ്റി നബിയെ? ആ സമയത്താണ് നബി തങ്ങൾ പറയുന്നത്, സഹാബാ, സഅദ് തങ്ങളെ മയ്യത്ത് കൊണ്ടുപോകാൻ, ഞങ്ങളെ കൂടെ അനുഗമിക്കാൻ, ആ ജനാസന്റെ ബാക്കിൽ നിന്ന് നടക്കാൻ, ജനാസന്റെ കൂടെ നടക്കാൻ ഞങ്ങളോടൊപ്പം 70,000 മലായികത്ത് തങ്ങളും വന്നിട്ടുണ്ട്. അവരുടെ ബാഹുല്യ കാരണമായി, അവരുടെ ഉപസ്ഥിതി കാരണമായി, അവരുടെ ആഗമനം കാരണമായി, അവരുടെ പണ്ട കാരണത്തില് എനിക്ക് കാളുകുത്തോ ജാഗയില്ല. അതുകൊണ്ടാണ് ഞാൻ കുടികാല് കുത്തിയിട്ട് നടക്കണതെന്ന് മുസ്തഫായ റസൂലുള്ളാഹ്. ആ മഹാനുഭാവന്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കൂ, എത്ര വലിയ മഹാനാ. അതേപോലെ തന്നെയാണല്ലോ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ്. മുസ്തഫായ നബി തങ്ങളെ വലിയ സഹാബിയല്ല, ചെറുപ്പക്കാരനാണ്, ബാല്യക്കാരനാണ്. 17ാമത്തെ വയസ്സിൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നയാളാണ്, മുസ്ലിമായ ആളാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. 17 വയസ്സില് സമ്പന്ന കുടുംബത്തിലെ കുഞ്ഞ്, ഉമ്മാക്ക് വിരിശപ്പെട്ട ഒരേ ഒരു മോൻ, അവസാനം മരിക്കണത് 70ാമത്തെ വയസ്സില്. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യകാലത്ത് പൊന്നാര മോൻ മുഹമ്മദിന്റെ കൂടെ കൂടിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള തൗഹീദ് ഉച്ചരിക്കുന്നു, അത് വിശ്വസിച്ചോ എന്നറിഞ്ഞപ്പോ, അഞ്ചുനേരം കൃത്യമായി നിസ്കരിക്കുന്നു എന്നറിഞ്ഞപ്പോ പിരിശപ്പെട്ട ഉമ്മ പറഞ്ഞത് എന്തറിയോ? സഅദ്, ഇത് ശരിയല്ല, വേണ്ട അങ്ങോട്ട്, ഇത് ശരിയല്ല പൊന്നുമോനെ, നിന്റെ ഈ നിലപാട് ശരിയല്ല. നീ ഞങ്ങളെ കൂടെ വേണം കുഞ്ഞ്, നീ മുഹമ്മദിന്റെ മതത്തിലേക്ക് പോകരുത്. നിങ്ങൾ മുഹമ്മദിന്റെ മതത്തിലേക്ക് പോകരുത്, നിങ്ങൾ അല്ലാഹുവിന്റെ വഴി സ്വീകരിക്കരുത്, എന്റെ വഴി നീ പിന്തുടരണ.
ലാത്തമനാത്തകളെ സ്വീകരിക്കണോ, ഞങ്ങളെ വഴിയെ പോകണമെന്ന് ആ ഉമ്മ പറഞ്ഞപ്പോ പൊന്നാര മോൻ പറഞ്ഞത് എന്തറിയോ, ഉമ്മ നിങ്ങൾ എന്റെ പിരിശത്തിന്റെ കനിയാണ്, നിങ്ങൾ എന്റെ എല്ലാമാണ്, എന്നാലും അള്ളാനെ വിട്ടു വരണമെന്ന് പറഞ്ഞാൽ, പള്ളിയുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ, ദീനിയായ നിലപാടുകളിൽ നിന്നിട്ട് മാറണമെന്ന് പറഞ്ഞാൽ എന്നെ കിട്ടില്ല ഉമ്മ, അത് പറയരുത് ഉമ്മ. ഇത് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞെന്തറിയാ, പൊന്നുമോനെ സഅദ് ഇബ്നു അബീ വഖാസ്, നീ എങ്ങാനും ഈ നിന്റെ മതത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ, ഞാൻ പറയുന്നത് പോലെ എന്റെ വഴി സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്നിട്ട് മരിക്കും. നിന്റെ ഉമ്മയായ ഞാന് പട്ടിണി കിടന്നിട്ട് മരിക്കും മോന്. അതുകൊണ്ട് മോനെ, ഉമ്മാട് പിരിശം ഉണ്ടെങ്കിൽ നീ ആ വഴി മാറണോ, നീ ആ വഴി ഒഴിവാകണോ, നീ ആ ചിന്ത ഒഴിവാകണോ, നീ ഞങ്ങളെ മാർഗത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറഞ്ഞത് എന്തറിയാ, പൊന്നുമ്മ നിങ്ങളെ പട്ടിണി കിടന്നിട്ട് മരിക്കുന്നത് ഒരു വട്ടമല്ല, നിങ്ങൾ പിന്നെയും ചെയ്യുമായി, പിന്നെയും മരിച്ചു, പിന്നെയും ചെയ്യുമായി, പിന്നെയും പട്ടിണി കിടന്നിട്ട് പിന്നെയും മരിച്ചു, പിന്നെയും ചെയ്യുമായി, പിന്നെയും പട്ടിണി കിടന്നിട്ട് പിന്നെയും മരിച്ചു, അങ്ങനെ 1000 വട്ടം നിങ്ങൾ ജീവനായിട്ട് പിന്നെയും മരിച്ചു എന്ന് കണ്ടാലും ഈ നല്ല വഴിയിൽ നിന്നിട്ട് മാറാൻ ഞാനില്ല ഉമ്മ. നിങ്ങൾ എന്റെ പിരിശത്തിന്റെ കനിയാണ്, നിങ്ങൾ എന്റെ ജീവനാണ്, എന്നാലും അള്ളാനെ മറന്നിട്ടുള്ള വഴിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ, അള്ളാന്റെ ഇബാദത്തിൽ നിന്നിട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഞാനില്ല, എന്നെ കിട്ടല എന്ന് പറഞ്ഞിട്ട് സഅദ് തങ്ങൾ പറഞ്ഞുവെങ്കിൽ, ആ സഅദ് തങ്ങളെ പോലെയുള്ളവരാണ് അള്ളാന്റെ മഹാന്മാർ. ദുനിയാവിന്റെ പിന്നാലെ പോയവരല്ല, ദുനിയാവിന്റെ കളിവിനോദങ്ങൾക്ക് പിന്നാലെ പോയവരല്ല, ദുനിയാവിന്റെ കളിചിരികൾക്ക് പിന്നാലെ പോയവരല്ല. കണ്ടില്ലേ ഞങ്ങളെ ചെറുപ്പക്കാർ, ഞങ്ങളെ ഇന്നത്തെ വർത്തമാനകാല ബാല്യക്കാർ, ഇവിടത്തെ കഥ പറയുകയല്ല, അവർ കളി ഗ്രൗണ്ടിലാണ്, സമയവും കളിയിലാണ്, പല കളികളും ഹറാമാണ്. പൈസ വെച്ചിട്ടുള്ള കളി, ഔറത്ത് മറക്കാതെ ഷെഡ് ഇട്ടിട്ടുള്ള ഫുട്ബോള്, വോളിബോള്, ക്രിക്കറ്റ്, ഔറത്ത് മറക്കട്ടെ. കളി എന്നത് ഇസ്ലാമിൽ തെറ്റല്ല. ഒരിത്തിരി നേരം മനസ്സിന്റെ ഒരു ഉല്ലാസത്തിന്, മനസ്സിന്റെ ഒരു റാഹത്തിന്, തടിന്റെ ഒരു റാഹത്തിന് കുറച്ച് കളിക്കണം തന്നെ പറയുന്നത്. കളി എന്നത് മുത്തലക്കൻ ഹറാമല്ല. പക്ഷെ ഇതിങ്ങനെ ഈ കോലാകുമ്പോ ഏകോലോ നിസ്കാരമില്ല, ഒന്നുമില്ല, ഇതല്ല ബാങ്ക് കൊടുത്തല്ലോ, മാരി ബാങ്ക് കൊടുത്തല്ലോ, മയ്യാവള സ്റ്റോപ്പ്, നേരെ പള്ളിക്ക് വിടറു എന്ന് പറഞ്ഞ അമ്പയറുണ്ട്. കാട്ടുവാറ നിങ്ങൾ അങ്ങനത്തെ ഒരു അമ്പയറിനെ കാട്ടുവാറ ഉണ്ട്, അങ്ങനത്തെ അമ്പയറൂടെ. അങ്ങനത്തെ അമ്പയറും ഉണ്ടായതിനും കൊണ്ടല്ലേ ഈ ഇവിടെ നാട്ടിൽ കൊറോണ വരലാം. അമ്പയർ മാത്രമല്ല, എല്ലാവരും ഓൾറൗണ്ട് ഫുൾ എല്ലാം. പിന്നെ മാരിവിന്റെ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോ കളി നിപ്പാട്ടിയ ഗ്രൗണ്ടിൽ കളിച്ചോട്ട് ഇന്നാറ് ബാങ്ക് കൊടുത്ത അവിടെ പള്ളിയില് അപ്പമേ സ്റ്റോപ്പ്, ബൗളർ ബൗൾ സ്റ്റോപ്പ്, ബാറ്റ്സ്മാൻ ബാറ്റിംഗ് സ്റ്റോപ്പ്, എല്ലാം സ്റ്റോപ്പ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് തീർന്നപ്പോ കളി കണ്ടിന്യൂ. കണ്ടങ്ങ വിചാരിക്കണം അവിടെ ബാങ്ക് കൊടുത്തമേ 5 മിനിറ്റ് കളി നിപ്പാട്ടോ, നിസ്കരിക്കൊന്നിട്ട് വിഷയമൊന്നുമില്ല. അപ്പോ കളി ബാങ്ക് കൊടുത്തത് കളി നിപ്പാട്ട വേണായിട്ടല്ല, ബാങ്ക് കൊടുത്തത് നിസ്കരിക്ക വേണായിട്ട്. കണ്ടില്ലേ ഞങ്ങളെ ചെറുപ്പക്കാര്, ഞങ്ങളെ ബാല്യക്കാരത്തി മക്കളെ കണ്ടില്ലേ? നീ എന്തെല്ലാം കൊലമാ, ആരോടാ പറയേണ്ടത്? പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നന്ന വയല് പറയാനും കഴിയുന്നില്ല. നാളെ ക്ലിപ്പിട്ടിട്ട് ഞങ്ങളെ ഉമ്മന്നെ വോയിസ് എടുത്ത്, ഉമ്മ കൊണ്ട് 85 ആണ്ട് അയിമ മൊയിലാറെ നിങ്ങ എന്തരമേ ഇന്നലെ ചൊന്നോ എന്ത് വയലല്ലേ നിങ്ങളത് കേട്ടില്ല? കുറെ വയസ്സല്ല കേട്ടില്ല നിങ്ങ? പിന്നെ ഈ പ്രായത്തിൽ ഈ ലോകത്ത് കൊറോണ പറയാണ്ടിക്കുക. വന്ന കൊറോണ പോവേല, അത് ഒമിക്രോൺ ആയിട്ട് പിന്നെയും പറയും. വന്നില്ലേ? ഞങ്ങൾ നേരാവാത്ത കാലത്തോളം അല്ലാഹു ഞങ്ങളെ വിടല. ഞങ്ങൾ നേരാവാത്ത കാലത്തോളം അല്ലാഹു ഞങ്ങളെ വിടല. ഞാൻ എല്ലാ വിഷയവും പറയുന്നില്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കണ്ടോ? അല്ലാഹു തആല വളരെ വ്യക്തമാക്കി പറഞ്ഞല്ലോ,
വആഥറൽ ഹയാത്തുദ് ദുനിയാ, ഇഹലോക ജീവിതത്തിന്റെ സുഖവും സന്തോഷവും കളിയും ചിരിയും തേടിപ്പോയതാരാണ്? നിസ്കാരമില്ല, നിലപാടില്ല, ദീനിയായ ചിന്തയില്ല, ദിക്ർ റാത്തിബ ഹൽക്കയോട് വലിയ മതിപ്പില്ല, ഉമ്മ ബാപ്പയോട് ആദരവില്ല, അള്ളാന്റെ ദീനുമായിട്ട് ഒരു ബന്ധവുമില്ല, തോന്നിയതുപോലെ ജീവിക്കുന്നു, ദുനിയാവിന്റെ പിന്നാലെ പോകുന്നു. എന്നാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, കത്തിയാളുന്ന ജഹീമാണ്, ജഹന്നമാണ് അവന്റെ പാർപ്പിടോ. ഒരു എക്സ്ക്യൂസും വേണ്ട, ഒരു വിട്ടുവീഴ്ചയുമില്ല. ദുനിയാവിന്റെ പിന്നാലെ ഞങ്ങൾ പോയെങ്കിൽ, അള്ളാനെ മറന്നിട്ട് പോയാൽ, സുബ്ഹാനല്ലാഹ്, ലോകാവസാനത്തിന്റെ അടയാളമായി മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞ പല അടയാളങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ശുർബുൽ ഖംറ, കള്ളുകുടി അധികരിക്കുമെന്നത്, ലഹരിയുടെ ഉപയോഗം അധികരിക്കുമെന്നത്. വർത്തമാനം നമ്മുടെ ഇന്നത്തെ കാലം സുബ്ഹാനല്ലാഹ് കള്ള് കഞ്ചാവിന്റെ അടിമകളാണ്. നല്ലവനാണ്, നല്ലവനായ ചെറുപ്പക്കാരനാണ്, മാതിരി യുവാവാണ് എന്ന് ഞങ്ങൾ ചിന്തിച്ച പല ബാല്യക്കാരും കള്ള് കഞ്ചാവിന് അടിമകളാണ്. ഇവിടുത്തെ വിഷയമല്ല, നായി ചൊന്ന സ്റ്റൈൽ കൂടുണ്ടെന്ന് കൊടുത്തതേ 2 വർഷം വിളിക്കണ്ട തീർത്ത്. ഞങ്ങളവിടെ 5 നേരം പള്ളിക്ക് വരുന്ന ഒരു ബാല്യക്കാരൻ, നല്ലൊരുത്തം, അയാളെ തലയിൽ തൊപ്പി മാറി ഒരു സെക്കൻഡ് ഇല്ല. കത്രീന കാറ്റടിച്ചപ്പോഴും ഓന്റെ തൊപ്പി തെറിച്ചിട്ട, അപ്പോഴും തൊപ്പിന്റെ തലയിൽ. അങ്ങനത്തെ ബാല്യക്കാർ പള്ളിയിലെപ്പോൾ 5 നേരം നിസ്കാരത്തിൽ പള്ളിയിൽ ഉസ്താദുമാരെ കണ്ടെങ്കിൽ സലാം ഇടി ചെന്നുകൊണ്ടുള്ള, അപ്പൊ പാതിയല്ല ഫുള്ളും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എല്ല. അങ്ങനത്തെ ബാല്യക്കാരാ ഞങ്ങളെല്ലാം. ഭാവനയില് ധാരണയില് നല്ല ആള്, മോശമില്ല, നല്ല പാലക്കാർ അൽഹംദുലില്ലാ. ഞങ്ങൾ എപ്പോഴും ചെന്നോണ്ടിരുന്ന ബാക്കിയുള്ളവരെ കാട്ടിയിട്ട് അയാളെ പോലാണോ അവനെ പോലാണോ, അവൻ ഞങ്ങൾ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ആവേണ്ടിയ ആള്, നെക്സ്റ്റ് ജമാഅത്തേക്ക് പ്രസിഡന്റ് ആയിട്ട് വരേണ്ട ആള്, അവൻ നല്ല ഒരുത്താ. അങ്ങനെ പുറമേ അല്ല, അങ്ങനല്ല. ഇപ്പൊ എല്ലാവരും അങ്ങനമേ അല്ലേ. സുബ്ഹാനല്ലാഹ്, വരുന്നുണ്ടോ സുബൈ ഒരു 4-4:30 മണി 3-3:30 മണി നേരത്ത് മുക്രിക്ക ബാങ്ക് കൊടുക്കുവോ? എണിച്ച സമയത്ത് അയാൾ മുക്രിക്ക ഞങ്ങളെ കാട്ടിത്തല്ല ബേഗ് എണിക്കുവല്ലേ. സുബൈ ബാങ്ക് ചെന്നൊരു ബാങ്ക് ഉണ്ട്, കൊന്തോട്ടെ നിങ്ങക്ക് തല ആട്ടറോ? അങ്ങനത്തെ ഒരു ബാങ്ക് ഉണ്ട്. കറക്റ്റ്. പിന്നെ അങ്ങനെ കേൾക്കണേ, നിങ്ങൾ നന്നൊട്ടിക്ക് വേണില്ല, നിങ്ങൾ ഫുൾ ഔട്ട് ഓഫ് റേഞ്ചിലുള്ള. അങ്ങനെ ഈ മുക്രിക്ക ബാങ്ക് കൊടുക്ക എണിച്ച സമയത്ത് നന്റെ റൂമിൽ വന്നിട്ട് മുട്ടി, ഉസ്താദ് ഞാൻ ബേഗ് അടിച്ചു. ഹലോ ഉസ്താദ്, അവിടെ ഭയങ്കര ആളും പാളെല്ലാം കണ്ടു. അവിടെ പിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളെ ഭാര്യക്കാരൻ്റെ പുറൻ്റെ അവിടെ. അപ്പൊ ഞാൻ ചൊന്നേ, നിസ്കാരം നിലപാടെല്ലാം ഉള്ള ആളല്ലേ, ഇപ്പൊ പിന്നെയും സുധരായ എന്താ അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടിക്കണോ, അങ്ങനെ ആയിട്ടിക്കണോ? അങ്ങനെ ഞങ്ങൾ പിന്നെ നോക്കുമ്പോ വിഷയം എന്താ, പോലീസ് ജീപ്പ്, പോലീസ് വാന് എല്ലാം ഉണ്ട് അവിടെ. വിഷയം എന്താ? കഞ്ചാവ്, മൈൻ റുവാരി, അതിന്റെ നായക്ക, അതിന്റെ മൈനാള്, ഇതേ തൊപ്പി വെച്ച ചെറുക്ക, തലല് തൊപ്പി, ഊടെ കുപ്പി. എങ്ങനെ നമ്പറോ? എല്ലാരും കുറ്റപ്പെടുത്തിയതല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, കള്ളുകുടിക്കടിമയായവൻ, ലഹരിക്കടിമയായവൻ, അവന്റെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു ഖബൂൽ ചെയ്യില്ല, അവന്റെ ദുആക്ക് ഇജാബത്തില്ല. ഹബീബായ നബി തങ്ങളെ മിഅ്റാജിന്റെ രാത്രിയിൽ അങ്ങ് കണ്ടപ്പോ, നരകം കണ്ടപ്പോ, വറഅൽ അജായിബ ആലമുൽ മലകൂതി, സുബ്ഹാനല്ലാഹ്, ഒരുപാട് അത്ഭുതങ്ങൾ മുസ്തഫായ നബി തങ്ങളെ കണ്ട നേരം അവിടെ കണ്ട അത്യത്ഭുതകരമായ ഒരു സംഭവമാണ്, ഭീകരമായ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം. ഒരു കൂട്ടം ആൾക്കാരെ ചീഞ്ഞളിഞ്ഞ ചെമ്പിലിട്ടിട്ട് അല്ലാഹു ശിക്ഷിക്കുന്നുണ്ട്. കള്ളുകുടിയന്മാര്, വ്യഭിചാരികള്. ഇന്ന് വ്യഭിചാരം കൂടിയ നാളാണ്, കള്ളുകുടി അധികരിച്ച നാളാ. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളം, ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളം കള്ളുകുടി അധികരിക്കലാണ്, വ്യഭിചാരം അധികരിക്കലാണ്. വ്യഭിചാരം എന്ന് ചൊന്നെങ്കിൽ ഫൈനൽ റൗണ്ട് മാത്രം നിങ്ങൾ തിങ്കാക്കണ്ട, അതിന്റെ ഫസ്റ്റ് കുറെ തിങ്കിൻ്റെല്ലാം ഉണ്ടല്ലേ. കണ്ടിട്ടില്ല നിങ്ങൾ മുഞ്ഞാണ്ട് ഞങ്ങളവിടെ കേരളത്തില്
നിങ്ങളെ സോഷ്യൽ മീഡിയ വാട്സപ്പ് ഫേസ്ബുക്കിലെല്ലാം വന്നിട്ടിരിക്കുന്നു വീഡിയോ കണ്ടിട്ടില്ല? നിങ്ങ കോളേജിൽ പഠിക്കുന്ന ബാല്യക്കാരത്തി പെണ്ണ് കിടാക്ക ഒരു പിന്നെ ഫ്ലക്സ് ഒരു ബ്ലാക്ക് കാർഡ് ഇങ്ങനെ പിടിച്ചിട്ട് കിസ്മി പ്ലീസ് കിസ്മി നന്റെ മുത്തോറു നിങ്ങളെ കേട്ടോണ്ട് പോയോണ്ടുണ്ട് അങ്ങനെ കുറെ ബാല്യക്കാർ മുത്തിയോണ്ടുള്ളാർ. ഒരുത്തിയല്ലേ കോളേജിൽ പഠിക്കുന്ന ബാല്യക്കാർത്തിയല്ല. ഏത് ജാതിന്ന് കേൾക്കണ്ട, വ്യഭിചാരം അധികരിച്ച ലക്ഷണമാണത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്. എന്തൊരു നാറിയ ലോകമാണിത്. എനിക്കൊരു ചുംബനം തരുമോ, എന്നെ ഒന്ന് മുത്തുമോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്ത കണ്ടവന്റെ മുമ്പിൽ ഒരു ബന്ധവുമില്ലാത്തയാൾ, അന്യനായ ആൾ, മുസ്ലിമാണോ അല്ല എന്ന നോട്ടമില്ലാതെ എല്ലാവരോടും പോയിട്ട് എന്നെ ഒന്ന് ചുംബിക്കുമോ, എനിക്കൊരു ചുംബനം തരുമോ എന്ന് ചോദിക്കുന്ന കാലം വരെ നമ്മുടെ ലോകത്ത് വന്നുപോയി. 4-5 ദിവസങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയാണ്. നിങ്ങളിൽപ്പെട്ട പലരും കണ്ടു കാണുമല്ലോ കുമാരന്മാരുടെ അവസ്ഥ. വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ യുവസമൂഹത്തിന്റെ പോക്കിങ്ങനെയാണ്. വളരെ മോശപ്പെട്ട ഒരവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്. തീരെ ധാർമ്മികമായ ബോധമില്ല, അള്ളാന്റെ പേടിയില്ല, പരലോക ഭയമില്ല. എല്ലാവിധ ആഭാസങ്ങളുടെ പിന്നാലെയും ഞങ്ങളെ യുവാക്കളുണ്ട്, ഇന്നത്തെ യുവതലമുറയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നിലക്കുള്ള ഹറാമിയത്തും അവരെ കയ്യിലുണ്ട്. ഔറത്ത് തുറന്നിട്ട് കളിക്കൽ ഹറാമല്ലേ. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും പൈസ വെച്ചിട്ടുള്ള കളി എന്തായാലും ഹറാമല്ലേ. അങ്ങനെ സമ്പാദിച്ച് കിട്ടിയ പൈസ, കളിച്ചിട്ട് കിട്ടിയ പൈസ, പൊന്നുമോന് ആ പൈസയിൽ ബർക്കത്തില്ല. മാനബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ സമ്പാദിച്ച മുതല് അത് ഏത് നിലക്കുള്ള ഹറാമായാലും മോശമില്ല. പട്ടിക്ക് മേങ്ങിയതായാലും കട്ടതായാലും അതുപോലെ തന്നെ ലോട്ടറി എടുത്തതായാലും കഞ്ചാവ് വിറ്റിട്ടാക്കിയ പൈസയായാലും അതുപോലെ തന്നെ കളിച്ചിട്ട് ബെറ്റടിച്ച് പിന്നെ ഇത് ബെറ്റടിച്ചിട്ട് ബെറ്റിക്ക് വെച്ചിട്ടുള്ള കളിച്ചിട്ട് കിട്ടിയ പൈസയാണെങ്കിലും അത് മുഴുവനും ഹറാമാണ്. അത് അല്ലാഹു പൊരുത്തപ്പെടാത്ത മുതലാണ്. അതിൽ ബർക്കത്തില്ല. അതിനേറ്റവും പറ്റിയ ഇടം നരകമാണെന്ന് ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. ഞങ്ങളെ ബാല്യക്കാരെ കണ്ടില്ലേ? സൺഡേ ആയിക്കഴിഞ്ഞാൽ ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ടാലോ. 5 നേരം നിസ്കാരത്തിന് പള്ളിയിൽ എത്ര ആളുണ്ടോ? അതേ സമയത്ത് ഗ്രൗണ്ടിൽ എത്ര ആൾമാരുണ്ടോ? ഞാൻ ബാല്യക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ലേ. സ്നേഹത്തോടെ അവർ ഉപദേശിക്കുകയാണ്, വളരെ വിരുഷത്തോടെ ഉപദേശിക്കുകയാണ്. കാരണം ഈ സമുദായത്തിന്റെ വെണ്ണളുപാണ്, ശ്രീരക്ഷയാണ്, പ്രതീക്ഷയാണ്, ഭരവസയാണ് ഞങ്ങളെ ബാല്യക്കാർ, ഞങ്ങളെ സമാജത്തിന്റെ ബാല്യക്കാർത്തികൾ. അവർ ഈ സമുദായത്തിന്റെ വലിയ പ്രതീക്ഷയാണ്. ഞങ്ങളെ ഏറ്റവും വലിയ ധൈര്യവും സ്ഥൈര്യവും അവരാണ്. അവർ മോശക്കാരാകരുത്, അവരാണ് ഞങ്ങളെ ശക്തി. നിങ്ങൾ നോക്കൂ, മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും ദുആരന്നിരുന്ന ഒരു ദുആ, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി അഹദി ഉമറൈൻ. നബി തങ്ങളെ ദുആ അങ്ങനെ ഒന്നുണ്ട്, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം ബി അഹദി ഉമറൈൻ. ഒന്നക്കിലോ ഉമർ ഖത്താബ് തങ്ങളെ അല്ലെങ്കിൽ അബൂജഹലിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഒന്നക്കിലോ ഉമർ തങ്ങളെ തരണോ, അല്ലെങ്കിൽ അബൂജഹലിനെ തരണോ. തന്നിട്ട് നീ ഞങ്ങൾക്ക് ബലയകണോ, ഞങ്ങൾക്ക് നീ ധൈര്യം തരണോ, ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണോ. എന്തേ ഞങ്ങളെ പേരെടുത്തിട്ട് പറയാൻ കാരണം? എന്തേ ഞങ്ങളെ പേരെടുത്തിട്ട് പറയാനുള്ള കാരണം?
അവര് രണ്ടാളും ബാല്യക്കാരാണ്, ചുറുചുറുക്കുള്ള ബാല്യക്കാരാണ്, വലിയ യുവാക്കളെ നേതാക്കളാണ്, യുവക മണ്ഡലത്തിന്റെ ലീഡർമാരാണ്, മക്കയിലെ യൂത്ത് വിഗ്ഗിലെ ലീഡർമാരാണ്. മാത്രമല്ല അവർ ഒന്ന് കൈഞ്ഞൊട്ടിയാൽ, ഒന്ന് മാടി വിളിച്ചാൽ അവരെ വാക്ക് കേൾക്കാൻ ആയിരങ്ങൾ ഒത്തുകൂടുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെയുള്ള ബാല്യക്കാരാണ് അവര്. മക്ക കണ്ട ഏറ്റവും വലിയ ശക്തന്മാരായ ബാല്യക്കാർ, അവിടെയുള്ള യുവാക്കളുടെ നേതാക്കളായ ബാല്യക്കാർ. ആ രണ്ട് ബാല്യക്കാർ സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ദുആരുന്നു, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം ബി അഹദി ഉമറൈൻ. ഒന്നുകിലോ ഒരു സമയം നീ ഞങ്ങൾക്ക് ഉമറിനെ തരണോ, അല്ലെങ്കിൽ അബൂജഹലിനെ തരണോ, തന്നിട്ട് നീ ഞങ്ങൾക്ക് വലിയ ശക്തിയും ധൈര്യവും സമാധാനം തരണോ, നീ ഇസ്ലാമിന് ശക്തി തരണോ എന്നങ്ങനെ ദ്വാരക്കാൻ കാരണം ആ ബാല്യക്കാർ വന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വലിയ പിന്നെ ധൈര്യമായി. മുസ്തഫായ നബി തങ്ങളെ ദുആ, രണ്ടാളിൽ ഒരാള് എന്തേ നബി തങ്ങ ഇങ്ങനെ ദ്വാരക്കാത്തോ? പഠിച്ചോനെ, രണ്ടാളെയും തന്നിട്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ അല്ലാന്ന്. അതല്ലേ ഏറെ ഗുണ. രണ്ടാൾ വന്നെങ്കിൽ പിന്നെ ഉപകാരമേ അല്ലേ. എന്തേ നബി അങ്ങനെ ദ്വാരക്കാത്തേ? ഉമർ ഖത്താബ് തങ്ങൾ ധീരനാണ്, ശൂരനാണ്, ശക്തനാണ്. മാത്രല്ല അയാളെ ബാക്കിൽ കുറെ യുവാക്കന്മാരും ഉണ്ട്. അന്നത്തെ ബാല്യക്കാല വലിയ ടീമിന്റെ ലീഡർ അയാള്. അതേപോലെ തന്നെയാണ് അബൂജഹല്. അവൻ എങ്ങനെ വേണ്ടാത്ത ആളല്ല. ആജാനുബാഹുവാണ്, ശക്തനാണ്, ധീരനാണ്, കരുത്തനാണ്. അവന്റെ ബാക്കിൽ നിന്നുണ്ട് 5-6 ടീം, ഹോക്കികളിന്റെ ടീം അടക്കമുണ്ട് അവന്റെ ബാക്കിൽ. നബി തങ്ങൾ എങ്ങനെ ദ്വാരുന്ന്? രണ്ടിന്ന് ഒരാള് ഇസ്ലാമിലേക്ക് തന്നിട്ട് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണോ അല്ലാഹ്, ഇസ്ലാമിലേക്ക് തന്നിട്ട് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണോ. എന്താ രണ്ടിൽ നിന്നിട്ട് രണ്ടാള് തന്നെങ്ങെന്തേ എന്ത് നബി അങ്ങനെ ദ്വാരക്കാത്തെ? അതെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് അന്നേ അറിയും അബൂജഹലിന് ഈമാനില്ല, അവനല്ല ഹിദായത്ത് കൊടുക്കല. അള്ളാന്റെ കണക്കിൽ രണ്ടാളിൽ ഒരാൾക്ക് മാത്രമാണുള്ളത്. അത് നബി തങ്ങൾക്ക് മുമ്പേ അറിയാം. അതുകൊണ്ടാ നബി തങ്ങൾ അങ്ങനെ ദുആരുന്നു. ഹബീബായ നബി തങ്ങൾ ദുആരുന്നു. നബി തങ്ങളെ ദുആന്റെ ഫലമെന്നോണം ശക്തനായ, ധീരനായ, ശൂരനായ, വില്ലാളി വീരനായ ഉമർ ഖത്താബ് തങ്ങളതാ ഇസ്ലാമിന്റെ പരിശുദ്ധ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നു. ബാല്യക്കാരനായ ഉമർ, യങ്മാനായ ഉമർ, ശക്തനായ ഉമർ. അതുവരെ നബിതങ്ങളും സഹാബത്തും ദീനി പ്രബോധനം നടത്തിയിരുന്നത് വളരെ സീക്രറ്റ് ആയിട്ട്, ഭയങ്കര രഹസ്യത്തില് ദാറുൽ-അർഖമിന്റെ വീട്ടില്. അന്നത്തെ മക്കക്കാരെ ഖുറൈശികളെല്ലാം പേടിച്ചിട്ട് അന്നങ്ങനെയായിരുന്നു. പരസ്യമായിട്ടുള്ള പ്രബോധനമില്ല. പരസ്യമായിട്ട് രംഗത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്റ്റേജ് കെട്ടിയിട്ട് അല്ലെങ്കിൽ പുറത്തു വന്ന് നിന്നിട്ട് ദീനിന്റെ പ്രബോധനം നടത്തിയിട്ടില്ല. മറിച്ച് വളരെയധികം രഹസ്യമായിട്ടാണ് പിന്നീട് പരസ്യമായിട്ട് ദീനി പ്രബോധനം നടത്താൻ തുടങ്ങിയത്. എപ്പോ ഉമർ ഖത്താബ് തങ്ങളെ ഇസ്ലാമിക ആശ്ലേഷണത്തിന്റെ ശേഷം ഉമർ ഖത്താബ് തങ്ങൾ ഈ വഴിയിലേക്ക് വന്നതിന്റെ പിന്നെ ബാല്യക്കാരനായ, ധീരനായ, ശൂരനായ ഉമർ ഖത്താബ് തങ്ങളുടെ വരവ് അല്ലാഹുവിന്റെ ദീനിനതാ വലിയ സമാധാനമുണ്ടാക്കി, വലിയ ധൈര്യം നൽകി. സുബ്ഹാനല്ലാഹ്. അതാണ് ബാല്യക്കാർ. അവർ നല്ലവരാകണം, അവർ മതബോധമുള്ളവരാകണം. തോന്നിയതുപോലെ ജീവിക്കുന്നവരാകരുത്, തോന്നിയതുപോലെ വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നവരാകരുത്. നമ്മുടെ വേഷം ഇസ്ലാമിൻ്റെതാകണം. അല്ലേ? ഹിജാബ് ഇപ്പതാണല്ലോ ചർച്ച, ഇപ്പൊ അതാണ് വിഷയം. ഇപ്പൊ ക്ലിപ്പും കളിപ്പും അല്ല അതന്നെ. ഹിജാബ് കോളേജൊക്കെ മാത്രമല്ല, എപ്പോഴും പോണം. അത് തടയാനുള്ള റൈറ്റ് ആർക്കും ഇല്ല. അത് ഞങ്ങളുടെ ധാർമ്മിക വേഷത്തിന്റെ ഭാഗമാണ്. അത് കോളേജിലും കോളേജിന്റെ പുറത്തും എപ്പോഴും അതുണ്ട്. അത് വേണ്ട തന്നെയാണ്. ഓരോരുത്തർക്ക് അവരവരുടെ മതത്തിന്റെ വേഷവിധാനങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ഭരണഘടന അന്നേ സമ്മതിച്ചതാണ്. നാളിതുവരെ നടന്നു വന്ന കാര്യമാണ്. അത് എനും അങ്ങനെ ഉണ്ടാവും. ആ വേഷം അത് കൈവിടാൻ പാടില്ല. ആരെന്തു പറഞ്ഞാലും നമ്മുടെ വേഷം അത് അല്ലാഹു പറഞ്ഞ വേഷമാണ്.
ഒരു മുസ്ലിമായ ആണ്, ഒരു പെണ്ണ്, അവർക്ക് രണ്ടാൾക്കും അല്ലാഹു തആല വേഷം പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ദീന് വേഷവിധാനം പറഞ്ഞിട്ടുണ്ട്. ആ ഔറത്ത് മറച്ചിട്ട് അതിൻ്റെതായ രൂപത്തിൽ പോകണം. ആണിന്റെ ഔറത്ത്, ആണ് ഞെരിയാണിക്ക് താഴെ ഫാൻ ഇടാൻ പാടില്ല, ഞെരിയാണിക്ക് താഴെ മുണ്ടൊടുക്കാൻ പാടില്ല, ഹറാമാണ്. മാ തഹ്ത ഖൗബൈനി ഫഫിന്നാർ. ഞെരിയാണിക്ക് താഴെ മുണ്ടായാലും ഫാൻഡായാലും അത് നരകത്തിലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇപ്പൊ ചില ആൾമാരെ മുണ്ട് കണ്ടെങ്കില അവൻ കൂടെ ആത്തോർലു അവന്റെ മുണ്ടു അവിടെ ആളനേരങ്കിൽ വന്നോണ്ടുള്ള അത്രമേ എല്ലാം എടുത്തോണ്ടേ വന്ന പൂഞ്ഞോണ്ട് ചാണവും പിട്ടയും കാട്ടവും ആണിയും ടൈൽസിന്റെ കണ്ടോ. മുഞ്ഞാന്നൊരു ബാല്യക്കാർ ഇപ്പല്ല കുറച്ച് മുന്നേ, മുഞ്ഞാൻ ചെല്ലുങ്ങി, ഈ മുഞ്ഞാന്നല്ല, കൊറോണക്ക് മുഞ്ച് പള്ളിക്ക് വന്ന സ്പീഡിൽ വന്ന ജമാഅത്ത് തുടങ്ങി, അവിടെ ഇക്കാമത്ത് കൊടുത്തു. അങ്ങനെ ഇമാമ കൈകൊട്ട് റെഡിയായി, ഞങ്ങളിലുള്ള അവിടെ ഒട്ടി. അങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോ ഈ ചങ്ങായി ബേമേ ഉള്ളടത്തം വന്നിട്ട് ഈ നിസ്കാരത്തേക്ക് നിന്ന് പിന്നെ ഒരു ഒന്ന് ഫ്രഷ് ആവലില്ല, നിന്ന് പിന്നെ ഒന്നും കൂടി ഒന്ന് റെഡിയാവും. കൈയെല്ലാം ഒന്ന് പിരിച്ച് ഫാൻറ്റെല്ലാം ഒന്ന് ടൈറ്റാക്കി അപ്പറാക്കി ഇപ്പറാക്കി ഒന്ന് മേലാക്കി കീളാക്കി അള്ളാന്റെ ഇതിൽ നിൽക്കുന്നല്ലേ, അപ്പോൾ സ്റ്റഡി നല്ല കണ്ടീഷനിൽ വേണ്ടേ. അങ്ങനെ അവിടെ ഒന്നെടുക്കുമ്പോൾ ചുരുട്ടിയ പാൻറ് ഉണ്ടല്ലേ, 5-6 മുന്നേ 2 സ്റ്റെപ്പ് മടക്കിയിട്ട് ഇന്ന ബർമുത്തുക, അത് ഒന്നെടുക്കുമ്പോൾ പിന്നെയും 2 സ്റ്റെപ്പ് മടക്കിയ, അങ്ങനെ 4 സ്റ്റെപ്പ് മടക്കിയിട്ട് ഇന്ന. ഇപ്പൊ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ 2 സ്റ്റെപ്പ് മെല്ലെ അത് കിളിച്ചിട്ടാകുമ്പോ സുബ്ഹാനല്ലാഹ് 2 ആണിയും 3 ആടറ പിട്ടയും പള്ളിയിലുള്ള 2 ആണിയും 3 പിട്ടയും. ഓൻ സെൻട്രിങ്ങിന്റെ പണിക്ക് പോയിട്ട് വന്നനല്ലേ, ഓന്റെ പാൻറ് അങ്ങനെ അത് വാടമേ ഉണ്ടോ. ഇന്നത്തെ വാരനാളെ പാൻറ് കണ്ടെങ്കില, പണ്ടല്ല വട്ടായത് തുന്നിട്ടിട്ടോണ്ടിന്ന് വട്ടായിന്ന് കണ്ടെങ്കിൽ പിന്നെ അത് ഇടല മനുഷ്യന്മാർ, പാൻറ് ഇടല എന്തു ഇടല, അതിന് എങ്ങനെ തുന്നുവാറ് തുന്നിട്ടേ ഇടുന്നു. ഇന്ന് നല്ല പാൻറ് ഉണ്ടെങ്കിലും അതിനെ മേങ്ങല വട്ടായതേ പാലക്കാര കൊണ്ടുവരുന്ന. അപ്പോ ഊടവട്ട വട്ടയോട് വട്ട നോക്ക ഓരോരുത്തർ പാൻറ് നോക്കിങ്ങ തനി ഹറാമല്ലേ. തങ്ങന്മാരുടെ മുമ്പിലേക്ക്, ബാപ്പാന്റെ മുമ്പിലേക്ക്, നല്ലവരുടെ മുമ്പിലേക്ക്, മഹാന്മാരുടെ ഹദറത്തിലേക്ക്, പിന്നെ ഇത് ഇസ്സത്തും മര്യാദയുള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ വേഷം ഇട്ടിട്ട് പോവുക എന്നത് ഒരു മനുഷ്യന് ചേർന്നതാണോ? പിന്നല്ലേ ഒരു മുസ്ലിമിന്. അത് എന്ത് വേഷമാണത്, അത് എന്ത് കോല. ഓന്റെ മുടിവിന്റെ ശല്യേ വേണ്ട, കുത്താൻ വരുന്ന പന്നിയെ പോലെ ഉണ്ട് ഓരോരുത്തരുടെ തല. ഏകദം കണ്ടെങ്കിൽ വിചാരിക്കണോ ഷോക്കടിച്ചിനാ എന്തോന്ന്. മുഞ്ഞാന്നൊരുത്തന്റെ താടി നോക്കുമ്പോ 4 ഗേര കൂടെ ജണ്ട് ഫുള്ള് സെറ്റാക്കിയത്, അതിന്റെ കൂടെ ജണ്ട് കണിയാക്കിയ പോലെ. അതും ഒരു സ്റ്റൈൽ. ഒട്ടാരം ഒരു കളി. നാളെ മരിക്കുണ്ടോ, ഇത് നാളെ ഖബറിലേക്ക് പുഴുവിനുള്ള ശരീരമാണ്, അവിടെയുള്ള ചെതലുകൾ തിന്നേണ്ടതാണ്. ഞാൻ കുറച്ചെങ്കിലും അല്ലാഹനെ പേടിച്ചെങ്കിലേ ആ മരണം, ആ ഖബറ് അത് നല്ല നിലക്ക് റാഹത്താവുമെന്നുള്ള ബോധം നമുക്കില്ല. മാത്രമല്ല ഞങ്ങളെ മിക്ക ചെറുപ്പക്കാരെ കണ്ട വളരെ പേടിപ്പെടുത്തുന്ന വിഷയമാണ്, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അടിക്കടി പറഞ്ഞൊരു കാര്യമാണല്ലോ വൃത്തി, ശുദ്ധി അല്ലേ. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണ്, അവന്റെ ഏറ്റവും വലിയൊരു ഇതാണ് എന്ത് വൃത്തി. ഒരു മുസ്ലിമായ മനുഷ്യനെ പോലെ വൃത്തിയുള്ള ഒരാള് ലോകത്ത് ഒരു മതത്തിലുമില്ല. ഒരു മതത്തിന്റെ അനുയായികളും ഇല്ല, മതം ഇല്ലാത്തവരുടെ അനുയായികളും ഇല്ല. മുസ്ലിമിനെ പോലെ വൃത്തിയുള്ളവർ ആരുമില്ല. വൃത്തി എന്നത്, ശുദ്ധി എന്നത് മുസ്ലിമിന്റെ ഈമാനിന്റെ ഭാഗമാണ്. ശുദ്ധി എന്നത് ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ പകുതിയാണ്. നിന്റെ ശരീരം, നിന്റെ വസ്ത്ര ഉടയാടകൾ, നിന്റെ വേഷവിധാനങ്ങൾ, നിന്റെ പരിസരം, നിന്റെ വീട്, നീ ഇരിക്കുന്നതെല്ലാം മട്ടം പോലെ വൃത്തിയാണെങ്കിൽ നിനക്ക് ഈമാനുണ്ട്. അതേ സമയത്ത് നജസിലൂടെ പോകുന്നവനാണെങ്കിൽ, വൃത്തിയില്ലാതെ പോകുന്നവനാണെങ്കിൽ നിനക്ക് ഈമാനില്ല. വൃത്തിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ. വൃത്തിയുള്ളവരെ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്, പിരിശമാണ്. കണ്ടില്ലേ, മരിക്കുന്ന സമയത്ത് പോലും, ഈ ലോകത്തോട് വിട പറയുന്ന മിനിറ്റുകൾക്ക് മുമ്പ് പോലും, നിമിഷങ്ങൾക്ക് മുമ്പ് പോലും, മക്കളെ എനിക്കൊന്ന് വൃത്തിയാകണം, മക്കളെ
കുളിപ്പിക്കണം മക്കള് എന്ന് പറഞ്ഞിട്ട് ശരീരം മുഴുവനും കുളിപ്പിച്ച് വൃത്തിയായി അള്ളാന്റെ അടുക്കലേക്ക് റൂഹടങ്ങി പോയവരാണ്, മരിച്ചുപോയവരാണ് മഹാനായ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ്. എന്തൊരു മരണമാ, എന്തൊരു മരണമാ! ഞങ്ങളെ നാടിന്റെ മുത്തായിരുന്നുവല്ലോ, ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നുവല്ലോ, അല്ലേ? നമുക്ക് മിത്തബൈൽ ഉസ്താദ് പണ്ഡിതനാണെന്നും ഷാഹ് ഉസ്താദ് വലിയ മഹാനാണെന്ന് അറിഞ്ഞപ്പോ മരിച്ച പിന്നെ അല്ലേ? അതെ, ഹയാത്തിലേക്കുമ്പോ എല്ലാം അങ്ങനെ. ഞമ്മക്കവരെ ഹയാത്ത് കാലത്ത് ഞമ്മക്ക് അവരെ അറിയുന്നുമില്ല, ഞമ്മക്ക് അവരെ ബലയില്ല, ഞമ്മ അവരെ ബഹുമാനിക്കുന്നുമില്ല, ഒന്നുമില്ല. അങ്ങനല്ലേ ചെല്ലിയേ? ബണ്ടുവാള എസ് ചെന്നമേ അങ്ങനെ. മഹാനായ ശൈഖുനാ മിത്തബൈൽ ഉസ്താദിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന അനന്തര ചടങ്ങിൽ അവിടെ പങ്കെടുത്ത ആ 10,000 കണ്ടപ്പോ ബീച്ച് റോഡ്, ബണ്ടുവാള റോഡ് ബ്ലോക്ക് ആയിട്ട് നിന്നപ്പോ ബണ്ടുവാള എസ് പറഞ്ഞെന്തറിയോ, ഇത്രയും വലിയ ഒരാൾ ഇവിടെ ഉണ്ടായി ഞാൻ ഇന്നോൾ അറിഞ്ഞിട്ടേ ഇല്ല. അത് അയാൾ മാത്രല്ല, ഞങ്ങളും അറിഞ്ഞിട്ട. അത്രയും വലിയ മഹാനായിരുന്നു അത്. അവർ അല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചോ? അവർ അറിയാൻ വേണ്ടി ജീവിച്ചില്ല. ഞമ്മ അറിയാൻ വേണ്ടി തന്നെ ജീവിക്കുന്നേ, അല്ലേ? ഞമ്മ പരുന്ന് കീയും പിന്നെ നല്ല കൂളിംഗ് ഗ്ലാസ് 2 മൊയ്ര എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച ഇനി പിന്നെ പോയോടെ സെൽഫിന്റെ ഗൗജിൽ ചെല്ലേ വേണ്ട. ഇപ്പൊ എല്ലാം സെൽഫിമായ പറ്റ സെൽഫി. യാ റബ്ബേ, സെൽഫി എടുത്ത് മുഞ്ഞാന്നൊരു സ്റ്റേജിൽ ഞാൻ താരക്ക് പോയിട്ട് ഓരോരുത്തർ ഇടയിൽ വന്നിട്ട് നീട്ടിയ കൗത്ത്, ജിറാപ്പിന്റെ കൗത്ത് പോലും ഇങ്ങനെ എന്റെ കാണ്ടയില്ല. പോ നാണോ അയാൾ ഒട്ടിക സെൽഫിയുള്ള അയാളെ കൗത്തേ കാണ്ട് ഇങ്ങനെ ഫോട്ടത്തിൽ ഇങ്ങനെ ജിറാപ്പിന്റെ കൗത്ത് പോലും നാണില്ലേ? നാടക, ഒരു തരം നാടകം. എന്തായിരിക്കും എന്ത് ഗുണമുള്ള? അവർ എന്ത് ഗുണമുള്ള? അല്ല, ഞാൻ വല്ല സ്വാലി നല്ല പറഞ്ഞ ഞാൻ എനിക്കെന്നെ പറയുന്നത് എന്തിപ്പോ ഇത് ഗുണമുള്ള? എന്തിന് ഈ രീതിയിലുള്ള നാടകങ്ങളൊക്കെ? എന്തിന്റെ ആവശ്യം? അള്ളാന്റെ ലോകത്ത് ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം. ഞങ്ങളെയെല്ലാം അല്ലാഹു ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞു വരട്ടെ സഹോദരാ. വൃത്തി എന്നത് ഈമാനിന്റെ ഭാഗമാണ്. ചോദിക്കട്ടെ, ഞങ്ങളെ ഇന്നത്തെ ബാല്യക്കാര്, പ്രത്യേകിച്ച് കോളേജിലേക്ക് പോകുന്ന ഞങ്ങളെ കോളേജ് കുമാരന്മാർ മൂത്രിച്ചിട്ട് മനോഹരിക്കലില്ല. പല കോളേജുകളിലും വെള്ളമില്ല. കക്കൂസിലെ ടോയ്ലറ്റിൽ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമുണ്ട്. കാരണം അവർക്ക് മനോഹരിച്ചില്ലെങ്കിൽ പ്രശ്നമല്ല, മനോഹരിക്കുക എന്നത് അവരുടെ ഭാഗമല്ല. പക്ഷേ മുസ്ലിമിനത് പറ്റില്ല. മനോഹരിക്കാതിരുന്നാൽ അവന്റെ ശരീരം നജസാണ്. അതിന്റെ വല്ല അവശിഷ്ടങ്ങളോ ബാക്കിയോ മറ്റോ തെറിച്ചു പോയാൽ അവന്റെ വസ്ത്ര ഉടയാടകൾ നജസാണ്. നജസിലൂടെ കഴിയുന്നവന്റെ പരിസരത്തേക്ക് റഹ്മത്തിന്റെ മലക്ക് വരില്ല. പൊന്നു ബാല്യക്കാരാ, പിരിശപ്പെട്ട ബാല്യക്കാരാ, ഗ്രൗണ്ടിൽ കളിക്കുന്ന നേരം, അതല്ലെങ്കിൽ നീ എവിടെങ്കിലും പോകുന്ന നേരം, ടൈറ്റ് മുറുക്കിയ ഫാൻറ്റിട്ട നേരം, നീ മൂത്രിക്കുന്ന സമയത്ത് എവിടെയാ മനോഹരിച്ചത്? നജസിലൂടെ പോവുകയല്ലേ? നിനക്കല്ലാന്റെ ശാപമില്ലേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് വളരെ ഗൗരവത്തോടെ ഞാനും നിങ്ങളും പഠിക്കേണ്ട ഹദീസ്, പേടിക്കേണ്ട ഹദീസ്. മുസ്തഫായ നബി തങ്ങൾ പറയുകയാണ്, അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ. അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ. നാളെ ഖബറിൽ വെച്ചിട്ട് അല്ലാഹു ശിക്ഷിക്കുന്ന ഏതെങ്കിലും ഒരാളെ ശിക്ഷിക്കുന്നുവെങ്കിൽ ആ ശിക്ഷയുടെ ഏറ്റവും കഠിനമേറിയ ശിക്ഷയുള്ളത് മൂത്രിച്ചിട്ട് മനോഹരിക്കാത്തവർക്കാണ്, നജസിൽ നിന്ന് വൃത്തിയാക്കാത്തവർക്കാണ്. നല്ല പോലെ കേൾക്കണം ഇത്. നമ്മളെ പാലക്കാറ് സൈഡിൽ നിന്നാറ്, ജപ്പെടുത്താറ്, പുറത്തിട്ടാറ്, ബീത്തിയാറ്, ഉൾകിട്ടാറ്, പോയാറ്. പെണ്ണും അങ്ങനമേ. നിങ്ങൾ നന്നചിരിക്കണ്ട, നിങ്ങളതേ വിഷയ. അത് വലിയ ഡേഞ്ചറാണത്. അത് അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന ഏർപ്പാടാണത്. ഞങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് കുറയുന്ന കാര്യമാണത്. സന്തോഷം നീങ്ങിപ്പോകുന്ന കാര്യമാണത്. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, ഇത്തഖുൽ ബൗല, ഇത്തഖുൽ ബൗല, ഇത്തഖുൽ ബൗല.
സമാഹരിക്കുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണേ. മൂത്രിച്ചിട്ട് കാട്ടിച്ചിട്ട് മട്ടം പോലെ വൃത്തിയാക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം فإنه أول ما يحاسب به العبد في قبره فإنه أول ما يحاسب به العبد في قبره. ഒരു മനുഷ്യന്റെ ഖബറിൽ വെച്ചിട്ട് അല്ലാഹു ആദ്യമായി ചോദിക്കുന്ന ചോദ്യങ്ങളെ കൂട്ടത്തിൽ ഒന്ന് അവന്റെ വൃത്തിയെ സംബന്ധിച്ചാണ്, അവന്റെ വെടിപ്പിനെ സംബന്ധിച്ചാണ്, അവന്റെ ശുദ്ധിയെ സംബന്ധിച്ചാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളിൽപ്പെട്ട പലർക്കും വലിയ ശുദ്ധിയുടെ കുളി കുളിക്കാൻ അറിയില്ല. ഹൈലായ പെണ്ണുങ്ങളുണ്ട്, ഹൈലാകുന്ന പെണ്ണുങ്ങളുണ്ട്, മാസക്കുളി കുളിക്കേണ്ട പെണ്ണുങ്ങളുണ്ട്, ജനാബത്ത് കുളി കുളിക്കേണ്ട ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അല്ലേ? വലിയ ശുദ്ധിയിൽ നിന്നിട്ട് ശുദ്ധിയാകേണ്ട പലരുമുണ്ട്. പക്ഷേ പലർക്കും എങ്ങനെ കുളിക്കണമെന്നറിയില്ല. ഇഷ്ടംപോലെ വെള്ളമൊഴിക്കുന്നു, ധാരാളം സോപ്പ് ഇടുന്നു, 5-6 ഷാമ്പു ഇടുന്നു, എന്നിട്ട് അങ്ങനെ കുളിച്ചു പോന്നു. സത്യത്തിൽ അത് ജനാബത്ത് കുളിയല്ല, അത് ഹൈല് കുളിയാണെങ്കിൽ അത് ഹൈല് കുളിയല്ല. നിർബന്ധമായ കുളി കുളിച്ചിരിക്കണമെങ്കിൽ 2 ഫർള് നിർബന്ധമാണ്. ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് ശരീരം മുഴുവനും വെള്ളമെത്തിക്കല്. നിയ്യത്ത് മസ്റ്റാണ്. വലിയ ശുദ്ധി ഉയർത്തുന്നു, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നതുപോലെയുള്ള നിയ്യത്ത് ഏതെങ്കിലും ഒന്ന് മതി. നിയ്യത്ത് നിർബന്ധമാണ്. ഞാൻ ഒരിടത്ത് ഖുർആൻ ക്ലാസ് എടുത്ത്, ഒരു ജാഗയില് ഖുർആൻ ക്ലാസ് എടുത്ത്, അവിടെ തന്റെ വിഷയമേ ഇത്, നീയത്തും കുളിയും ജനാബത്തും ഇതല്ല. അപ്പൊ അതിന്റെ ഷർത്ത് ഫർളല്ല ചൊന്നോണ്ട് ഇന്ന് അങ്ങനെ ചൊന്ന് നീയത്ത് പോണ കുളിക്കുമ്പോ ഷവറിന്റെ അടിയിൽ കുളിക്കുന്നെങ്കിലും ആവൂ, ജനാബത്ത് കുളിക്കുന്നെങ്കിൽ, ഹൈദ് കുളിക്കുന്നെങ്കിൽ, വലിയ ശുദ്ധിയിൽ നിന്നിട്ട് ശുദ്ധിയാവണമെന്ന് കരുതിയിട്ട് കുളിക്കുന്നെങ്കിൽ നീയത്ത് വെച്ചിട്ട് കുളിക്കണം. സോപ്പ് ഇടാതിരി, ഷാമ്പു ഇടാതിരി, എന്ത് വേണമെന്നാക്ക്, അത് വേറെ വിഷയ. അതൊന്നും ഇതിന്റെ ഷർത്ത് ഫർളൊന്നും അല്ല. ഏതോ ഒരു പെണ്ണൊരൊട്ട 30 കെട്ടുകൂല പണ്ട്, ഇപ്പല്ല കുറെ മുന്നോലും 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന പെണ്ണ്. ആ പെണ്ണൊരൊട്ട കേട്ടുകൂല കുളിന്റെ ഫർളെത്രയാണ്. അപ്പൊ ആ പെണ്ണ് ചൊന്നോലെ ജണ്ട്, ഒരു പാട്ടയും ഒരു സോപ്പും. അപ്പൊ അങ്ങനെ ഷർത്തും ഫർള് ചൊന്നിട്ടു. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ റായത്തിൽ പെണ്ണുങ്ങളെ മഹിളാ ശരീഅത്ത് കോളേജ് ഉഷാറായോട്ടുണ്ട്. ഞങ്ങളെ പെണ്ണുമൊക്കെ പഠിക്കണം. പെണ്ണ് പഠിച്ചങ്ങ് ഇടി നാടേ പഠിച്ച പോലെ. അങ്ങ് കാലി +2 ഡിഗ്രി മാത്രം പഠിച്ചങ്ങാവല്ലേ. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ ആത്തൂറിനെ സംബന്ധിച്ച് അല്ലാഹു തആല ഞങ്ങളുടെ സമുദായത്തിന്റെ ഏളികൾക്ക് വേണ്ടിയിട്ടുള്ള ധാർമ്മിക, ലൗകിക, വിദ്യാഭ്യാസ, ശൈക്ഷണികമായ എല്ലാ സൗകര്യവും അല്ലാഹു നമുക്ക് നൽകിയെന്ന് മാത്രമല്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന വലിയ കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി, അതിനെപ്പറ്റി നല്ല മാഹിതിയുള്ള ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, അതിനു വേണ്ടിയിട്ടുള്ള ബാഹ്യമായ ആത്മീയമായ നേതൃത്വം നൽകുന്ന മഹാനരായ സയ്യിദ് തങ്ങളവറുകളെ പോലെയുള്ള വലിയ നേതൃത്വം ഞങ്ങളെ ആത്തൂറിന്റെ ഭാഗ്യമാണ്. ഈ വലിയ നാടിന്റെ ഇസ്സത്ത് അല്ലാഹു ഖിയാമം നാൾ വരെ നിലനിർത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ്, പള്ളിയുണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, 12ാം ക്ലാസ് വരെ മദ്രസ ഉണ്ട്. പല നാടുകളിലും അതില്ല. 5ാം ക്ലാസ്സിൽ ക്ലോസ്, 7ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോ ഫുള്ള് ബന്ദ്. 10ാം ക്ലാസ് കാണാത്ത നാട് കുറെ ഉണ്ടോ? ഞങ്ങളെ റായ അങ്ങനല്ല. 12ാം ക്ലാസ് ഉണ്ട്. മുപ്പാട്ടന്റെ 2-3 ഉസ്താദുമാർ ഷരീഫ് സ്ഥാനം 12 ചൊല്ലി 12ാം ക്ലാസ്സല്ല തങ്ങളെടുത്ത് പഠിച്ചത്. 12ാം ക്ലാസ് വരെ. ഇൻഷാ അല്ലാഹ്, ഇനിയിപ്പോ നമ്മളെ മദ്രസ ഇനിയിപ്പോ വേറെ ബിൽഡിംഗ് ഒന്നും വേണമെന്നൊന്നും ഇല്ല. ഞമ്മ ഫൈലായ വാടറിഞ്ഞ ഉടനെ ഞങ്ങൾ വലിയ 1-1.5 ബിൽഡിംഗ് കെട്ടിയ വലിയ ബിൽഡിംഗ്. ഞങ്ങൾ ഓരോരോ മദ്രസ കണ്ടെങ്കില ഗവൺമെന്റിന് ചങ്കിയാവും. അങ്ങനത്തെ മദ്രസ ഗവൺമെന്റിനെ ചങ്കിയാവും. കാരണം ഗവൺമെന്റ് കൂടി അങ്ങനത്തെ ബിൽഡിംഗ് സാലക്ക് കെട്ടിയിട്ടില്ല. ഞങ്ങളെ മദ്രസന്റെ കട്ടട അങ്ങനെ മനോഹരം, ഭദ്രം, സുഭദ്രം, സുശക്തം. എന്ത് ബിൽഡിംഗ്! ഗൾഫ് കമ്മിറ്റി, ആ കമ്മിറ്റി, ദുബൈ കമ്മിറ്റി, റായത്ത കമ്മിറ്റി, യുവക മണ്ഡല, യൂത്ത് വിംഗ്, മൂത്ത വിംഗ് എല്ലാം കൂടിയിട്ട് കെട്ടിയ ഭദ്രമായ കെട്ടിട. എന്നിട്ട് പണിയന്ത്രോ സുബൈ 7 ഗಂಟೆത്തോ 8 ഗಂಟೆത്തോളം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. കുളിന്റെ ഫർള് ജണ്ട് 8:50 ബന്ദ്. പിന്നെ ഓപ്പണേ ഇല്ല. പോ അപ്പൊ ഇതിനെ മുതലാക്കല്ലേ, ഇതിനെ ഉപയോഗാക്കല്ലേ. അതിനെ കോളേജ് ആക്കിയിട്ട്, ഇംഗ്ലീഷ് മീഡിയം ആക്കിയിട്ട്, അൽബിർ ആക്കിയിട്ട്, വേണ്ട വേറെന്തെല്ലാം സൗകര്യമാക്കിയിട്ട്, ഇത് തുന്നുന്ന ക്ലാസ് ആക്കിയിട്ട്, ടൈലറിംഗ് ആക്കിയിട്ട് ഉപയോഗപ്പെടുത്തല്ലേ.
ഞങ്ങൾ മദ്രസ കെട്ടിട ബി കെട്ട ഇപ്പൊ 8 ഘട്ടത്തോളം പിന്നെ ഉണ്ടല്ലേ. ഏത് ഘട്ടത്തെ പിടിച്ചിട്ട് 8 ഘട്ടത്തോളം ഇപ്പൊ ഉണ്ട്. 2022 ഇൻഷാല്ലാ ഒരു 2030 ഉണ്ടല്ലേ. അവിടെ എന്തൊരിക്കല അവിടെ ബോർഡ് വെക്കണോ? ഇത് ഒരു കാലത്ത് മദ്രസ ആയിട്ട് ഇത് അണ്ട് വെച്ചപ്പോ ഇത് ബുക്ക് വെച്ച ബെഞ്ച് ഡെസ്ക് അത് നിങ്ങൾ ബോർഡ് വെക്കേണ്ടി വരും. കത്രി പാർക്കിൽ കരടി ഉള്ള പോലെ എല്ലാം നോക്ക് പറവാർ ആൾമാർ. മദ്രസ പോയി ഇൽമില്ല, അള്ളാന്റെ ദീനിന്റെ ഇൽമില്ല. ദീനിയായ ജ്ഞാനം ഉയർത്തപ്പെടുന്നു. ദീന് വേണ്ട, മദ്രസ വേണ്ട, ശരീഅത്ത് വേണ്ട. വള്ളി ഭൗതികമാണ് എല്ലാവർക്കും താല്പര്യമുള്ളത്. ഭൗതികം അല്ലേ അല്ലേ? നോക്ക ഞങ്ങളെ ഉസ്താദ് രക്ഷക ശിക്ഷക സംഗമ വിളിക്കട്ട മദ്രസന്റെ ഒരു ഹുദു ഇല്ല. ഒരു ഹുദു അബ്ബൻ ചെന്ന സാമർത്ഥ്യനെ കണ്ടിട്ടേ ഇല്ല. ഉമ്മമാർ ഒരു 3 ആളുള്ളാറ്. 300 കിടാക്ക 3 ഉമ്മമാ. അബ്ബ ഇല്ലേ ഇല്ല. ഒരു അബ്ബ വന്നിട്ടില്ല. അബ്ബ ഇല്ല എന്നല്ല, വന്നിട്ടില്ല. ഇങ്ങനെ എന്തെല്ലാം അർത്ഥം വെച്ചിരുന്നാൾ പച്ചിത്തേക്കിറൂടെ മുന്നേ ചെല്ലിറേ അല്ല അങ്ങനത്തെ കാലം തുപ്പ്യങ്ങും എല്ലാം വിവാദമേ തലേം തലേം. അള്ളാഹു കാക്കട്ടെ. വിവാദമല്ല വിഷയം എന്തോ അല്ല. അള്ളാന്റെ ലോകത്തിന്റെ അവസ്ഥ അത്ര എന്നെങ്കിലും ബണ്ണി വിവാദം ഒരു ബേജാറല്ലേ. അള്ളാഹു ഞങ്ങളെ നാവിനെയും ഞങ്ങളെ കണ്ണും കാതും ഞങ്ങളെ പ്രവർത്തനവും ഞങ്ങളെ വാക്കും നോക്കും എല്ലാം അവന്റെ പൊരുത്തത്തിൽ ചലിപ്പിക്കുന്ന രീതിയിലാക്കട്ടെ. എന്തിനാ ചൊന്ന പാരന്റ്സ് മീറ്റിംഗ്, രക്ഷക ശിക്ഷക ശിക്ഷകര സംഗമ PTA മീറ്റിംഗ് മനസ്സിലായല്ലേ എനിക്ക്? അതെ, വിളിച്ചിട്ടാ മാറുമില്ല. 350 കിടാക്കുണ്ടല്ലോ മദ്രസയിൽ. വന്നത്ര 3 പെണ്ണുങ്ങൾ, വേറെ ആരുമില്ല. അബ്ബൻ ചെന്ന സാമാനം കണ്ടിട്ടില്ല. പോ അബ്ബൻ ചെന്ന സാമാനം അവിടെ ആയി. ഇനി നാളെ സ്കൂളിൽ വിളിക്കട്ടെ ഇതേപോലത്തെ മീറ്റിംഗ്. വിളിക്കണേ, വിളിക്കണ്ടെന്നല്ല ഞാൻ ചോദിക്കുന്നത്. വിളിക്കണേ, സ്കൂളിലും വിളിക്കണോ. കിടാക്കളെ പഠനം നോക്കണോ, അവരെ ബാഗ് പരിശോധിക്കണോ, അവരെ ഹാഗുവോഗുകൾ നോക്കണോ, അവരെ ചിന്തകൾ നോക്കണോ, എല്ലാം നോക്കണോ, വിളിക്കണോ. വിളിക്കുമ്പോ സ്കൂളിന്റെ മീറ്റിങ്ങിന് യാ റഹ്മാനെ 350 കിടാക്കളെ 290 ഉമ്മമാരും അവിടെ ഉണ്ട്. അബ്ബമാറും ഉണ്ട് 155. അയാൾ ഗോവ നടക്കുമ്പോ റജ എടുത്തിട്ട് ഗോവയിൽ നിന്ന് അയാൾ ഇന്നാലെ അയാൾ വന്നത് എന്തേ? ഞങ്ങളെ മതവിദ്യാഭ്യാസത്തിന്റെ ബോധബോധം. ഞങ്ങൾ ദുനിയാവിനാണ് ബെല്ല കളിപ്പിച്ചത്. ഞങ്ങൾ ദുനിയാവിന് ദുനിയാവിന്റെ ചന്തം കണ്ടിട്ട്, ദുനിയാവിന്റെ പളപളപ്പ് കണ്ടിട്ട്, ദുനിയാവിന്റെ കാര്യങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. ഫൈനൽ ജഹീമ ഹിയൽ മഅ്വാ. അറിയണം നിങ്ങള്, അവന്റെ പാർപ്പിടം നരകമാണ്, നരകമാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ നാട്ടില് ഞങ്ങളെ മക്കള് ഭാവിയുടെ വരദാനങ്ങളായ, നാളെയുടെ വലിയ പ്രതീക്ഷകളായ, ഞങ്ങളെ ഏറ്റവും വലിയ പ്രതീക്ഷകളായ ഞങ്ങളെ മക്കള്, ആണുമക്കളാവട്ടെ പെണ്ണുമക്കളാവട്ടെ, അവർ നല്ലവരാവണോ, നല്ല മതബോധമുള്ളവരാകണോ, ദീനീ ജ്ഞാനമുള്ളവരാകണോ. അതിനു വേണ്ടിയിട്ട് തന്നെ എല്ലാ നിലക്കുള്ള സംവിധാനവും സെറ്റപ്പും സൗകര്യവും സബളത്വം ഞങ്ങളെ നാട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഉഷാറാക്കാനാ ജമാഅത്തിന്റെ തീരുമാനം. നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ, ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ മദ്രസന്റെ ബിൽഡിംഗിന്റെ മുകളിലായിട്ട് ഇനൊരു ബിൽഡിംഗ് വരുന്നു. എന്നൊരു ബിൽഡിംഗ് വരുന്നുണ്ട്. അത് എന്തിനറിയുമോ? ശരീഅത്ത് കോളേജാണ്. പെണ്ണുകിടാക്കളെ ശരീഅത്ത് ഹിജാബ് ഇട്ടിട്ട് മട്ടം പോലെ ഡിഗ്രി അല്ല, അതിന്റെ അപ്പുറം പഠിക്കാനുള്ള സൗകര്യം, നല്ല ഇസ്ലാമിക ധാർമ്മിക ചൗക്കട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് പഠിക്കാനുള്ള സൗകര്യം. ഞങ്ങളെ പെണ്ണുങ്ങളെ നല്ലോണം പഠിക്കണം. ഇംഗ്ലീഷ് പഠിക്കണോ, കന്നഡ പഠിക്കണോ, മാത്തമാറ്റിക്സ്, ഗണിത, സമാജ എല്ലാം പഠിക്കണോ. അതോടൊപ്പം അതിനേക്കാളും പിന്നെ പഠിക്കണോ അല്ലാഹുവിന്റെ ദീന്, ഖുർആന്, കുളിയുടെ ഫർള്, നിസ്കാരത്തിന്റെ ഫർള്. ഞാൻ ഈ ഖുർആൻ ക്ലാസ് എടുക്കാൻ പോയിട്ടാകുമ്പോ അവിടെ ഖുർആൻ ക്ലാസ് എടുത്ത നീയത്ത് ഇതെല്ലാം വിഷയമല്ല പിന്നെ നീയത്ത് വെച്ചില്ലെങ്കിൽ അവന്റെ കുളിയാവല. കുളിയെ പക്ഷെ ആ കുളിച്ചിട്ട് നിസ്കരിക്കും പായാല ഹറാമാണ്. ആ കുളിച്ചിട്ട് ഖുർആൻ ഓതബായാല ഹറാമാണ്. മുസാഫ് തൊട്ടങ്ങ് ഹറാമാണ്. കാരണം നീയത്ത് വെച്ചിട്ടില്ല. വലിയ അശുദ്ധിയിൽ നിന്നിട്ട് കുളിക്കുമ്പോൾ നീയത്ത് വെക്കണോ? ഞാൻ വലിയ അശുദ്ധി. പെണ്ണുങ്ങ ഹൈദ് കുളിക്കുമ്പോൾ നീയത്ത് വെക്കണോ? ഞാൻ വലിയ അശുദ്ധി ഉയർത്തുന്നു, ഞാൻ ഹൈദ് കുളിക്കുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കുന്നു. ജനാപത്തുകാരനായ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ നീയത്ത് വെക്കാതെ കുളിയില്ല. നിങ്ങൾ 2 മണ്ട അല്ല 3 മണ്ട തണ്ണി വീറ്റെങ്കോ അത് കുളിയാവേല. നീയത്ത് മസ്റ്റ്. കുളി ആര് കുളിക്കാത്ത?
ഇല്ലേ? അപ്പൊ ഞങ്ങളെ കുളി ഇബാദത്താണ്. ഞങ്ങളെ കുളി ഇബാദത്താകണമെങ്കിൽ ആ കുളി കൊണ്ട് നാളെ എല്ലാരും അല്ല, ഈ ഓപ്ഷൻ ഉള്ളവർ മാത്രം ആവല്ലേ. ഇനി എല്ലാരും ബേജാറാണ്ട് അസർക്ക് കളിച്ചിട്ട് വന്നിട്ട് തുള്ളിയിട്ട് വേർത്തിട്ട് കുളിക്കുന്നോ നീ ഏറ്റ് വെക്കണ്ട. അവൻ തണ്ണി വിറ്റിട്ട് പോയെങ്ങായി സുന്നത്ത് കുളി കുളിക്കുന്നതായിട്ട് നീ ഏറ്റ് വെക്കണം, കൂലി കിട്ടണമെങ്കിൽ. എല്ലാവരും ബേജാറായിട്ട് താളമേളായിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ് എടുത്തിട്ടായ പിന്നോട് ചോദ്യോത്തര സെക്ഷൻ ഉണ്ട്, പ്രശ്നോത്തര സെക്ഷൻ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കേൾക്കാൻ ഒരാളിച്ചൊന്ന് വയ്ക്കല്ലോ, ഉസ്താദോട്ടെ കേൾക്കാം, ക്ലാസ് എടുത്ത ഉസ്താദോട്ടെ കേൾക്കാം. അപ്പൊ ഞാൻ ചൊന്ന ഇൻഷാ അല്ലാഹ് കേൾക്കോറും അറിയുന്നെങ്കിൽ ഇപ്പമേ ചൊല്ലാം. നിങ്ങൾ കേട്ടത് ആൻസർ ഗൊന്തില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ കേട്ടിട്ട് ചൊല്ലാം. നിങ്ങൾ കേൾക്കോറും, നിങ്ങൾ ഡൗട്ട് കേൾക്കണല്ലേ. നിങ്ങൾ കേട്ടിട്ടേ പഠിക്കണം, ഡൗട്ട് ഉള്ളത് തീർത്തിട്ടേ പഠിക്കണം, സംശയം നിവാരണാക്കിട്ടേ പഠിക്കണോ. അത് ഏറ്റവും വലിയ അറിവാണ്. അങ്ങനെ ഒരാൾ കേട്ടെന്തുണ്ട്, അയാൾക്ക് 80, 70, 75 അതിന്റെ മേലമേ വയസ്സുണ്ട് അയാൾക്ക്. അത്ര വയസ്സുണ്ടോ? അയാൾ ഭയങ്കര ബേജാറിൽ കേട്ടെന്തുണ്ടാ. ഉസ്താദ് നിങ്ങൾ ഇപ്പൊ ക്ലാസ് എടുത്താറല്ലേ, നിങ്ങൾ നരടി കൊള്ളാറല്ലേ? ഇല്ലേ? ആ ഉസ്താദ് നിങ്ങൾ ഇപ്പൊ ക്ലാസ് എടുത്തല്ലേ, പിന്നെ നീയത്ത് വെച്ചിട്ട് കുളിക്കണോ, ശരീരം മുഴുവനും വെള്ളത്തോണോ? ഉസ്താദ് ഞാൻ കുളിക്കുമ്പോൾ ഫുള്ള് വെള്ളമെല്ലാം എത്തിയത്. ഞാൻ കുളത്തിൽ തുള്ളിയിട്ട് കുളിച്ചിനെ, ഷവറിൻ്റെ ഇടയിൽ കുളിച്ചിനെ, മണ്ടെന്ന് തണ്ണി ഏറ്റിട്ട് കുളിച്ചിനെ, കിണറ്റക്ക് തുള്ളിയിട്ട് കുളിച്ചിനെ. അല്ലെങ്കിൽ മാത്രം ഉസ്താദ് നീയത്ത് വെച്ചിട്ട് കുളിക്കണം ചെയ്യില്ലല്ലേ ജനാപത്ത് കുളിക്കുമ്പോൾ? ഉസ്താദ് എനിക്കൊരു 75, 76 വയസ്സായി ഉസ്താദ്, ഞാൻ ഇന്നോളം നീയത്ത് വെച്ചിട്ട്, അപ്പം ഞാൻ എന്താക്കണോ? ചിരിക്കര കാണുമ്പോൾ നമുക്ക് വലിയ ഡൗട്ട് ഉണ്ടോ നിങ്ങൾ നീയത്ത് വെച്ചിട്ടേന്ന്? അല്ല, ഉള്ളത് ഉള്ള പോലെ ചെല്ലണേ അല്ലേ. നിങ്ങൾക്ക് ബേജാറാട്ട് കൊസിയാട്ട് നിങ്ങൾ ലൈക്ക് അടിക്കട്ട് ഡിസ്ലൈക്ക് ആക്കണം, എന്നൊക്കെ വിഷയമല്ല. ഇത് ഇബാദത്താണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മുണ്ടുന്നത്, അല്ലാണ്ട് കളിതമാശല്ല. ഇതിൽ നിങ്ങൾക്ക് അരിസം വരുന്ന വിഷയം.